നമസ്തേ ദോസ്ത് ലോഗോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മക്കളെ പറ്റിയൊക്കെ നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ആ രീതിയിൽ നമുക്ക് ചോദിക്കാം. നിന്റെ മകൻ എവിടെ ജോലി ചെയ്യുന്നു? അതിപ്പോ നിന്റെ എന്നുള്ളത് താങ്കളുടെ എന്നാവാം, നിങ്ങളുടെ എന്നാവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ താങ്കളുടെ എന്ന് വരുമ്പോൾ നമുക്കറിയാലോ എപ്പോഴും ആപ്ക, അതൊരു റെസ്പെക്റ്റീവ് വേർഡാണ്. തുമാര എന്നും പറയാം, തേര എന്നും പറയാം കേട്ടോ. തേര എന്ന് പറയുമ്പോൾ ഇത്തിരി ലോക്കലിലേക്ക് വന്നു. അപ്പൊ തേര ബേട്ട, തുമാര ബേട്ട, ആപ്ക ബേട്ട, ഞാൻ അതിന്റെ കൺഫ്യൂഷൻ വേണ്ട, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഓവർ ദോസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തേര എന്ന് പറയാം. അതല്ല ഇത്തിരി ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുമാര എന്ന് പറയും. അതല്ല നമ്മൾ റെസ്പെക്ട് കൊടുക്കേണ്ട വ്യക്തിയാണെങ്കിൽ നമ്മൾ ആപ്ക എന്ന് പറയും. അപ്പൊ ആപ്ക ബേട്ട കഹാം, നമ്മളിത് പഠിക്കുന്നത് കഹ എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ കഹാൻ എന്ന് ശരിക്കും വായിക്കണ്ട, ഒരു കുത്ത്, ഹാ എന്ന് പറഞ്ഞിട്ടൊരു കുത്ത്. കഹ കാം കർത്താ ഹേ. ആപ്പ് വരുമ്പോഴാണ് ഈ ഹേ വരുന്നത്. അതൊക്കെ നമുക്കറിയാലോ. നമ്മള് ഞാൻ വരുമ്പോഴാണ് ഹൂ എന്ന് വരുന്നത്, തും വരുമ്പോഴൊക്കെ ഹോ എന്ന് വരും. അപ്പൊ ഇതിൽ ഞാൻ മലയാളം എഴുതിയേക്കണേല് കാം എന്നുള്ളത് പോയിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ ഇതെങ്ങനെ ചോദിക്കാം? വേർ ഡസ് യുവർ സൺ വർക്ക്? വേർ ഡസ് യുവർ സൺ വർക്ക്? അടുത്ത് അവന്റെ കല്യാണം കഴിഞ്ഞുവോ? കഴിഞ്ഞുവോ എന്നുള്ളത് അവന്റെ കല്യാണം കഴിഞ്ഞ, ഇത് ലോക്കൽ ലാംഗ്വേജ്. അപ്പൊ ക്യാ വ വിവാഹിത ഹെ, ഇത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്യാ വ വിവാഹിത് ഹെ. നമ്മള് ലോക്കൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ സംസാര ഭാഷയിൽ നമ്മൾ സത്യത്തിൽ അങ്ങനെയല്ല പറയാ. നമ്മൾ പറയും ഉസ്ക ഷാദി ഹുവാ ക്യാ. കാര്യങ്ങളോട് ഹിന്ദിക്കാരോട് സംസാരിക്കുമ്പോ ഉസ്ക ഷാദി ഹുവാ ക്യാ. ക്യാ എന്ന് പറയുമ്പോ കഴിഞ്ഞോ എന്നുള്ളതിന് ക്യാ എന്ന് പറഞ്ഞാൽ മതി. ഷാദി ഹുവാ ക്യാ, ആ ഉസ്ക ഷാദി ഹോ ഗയാ, അങ്ങനെ പറയും. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. ക്യാ വഹ് വിവാഹിത് ഹെ. അപ്പൊ ഈ വഹ് എന്നുള്ളത് വഹ് എന്ന് നമ്മൾ ഉച്ചരിക്കണ്ട, സംസാരിക്കുമ്പോ വോ, അതാണ് ഞാൻ ബ്രാക്കറ്റിൽ അങ്ങനെ വോ എന്ന് കൊടുത്താൽ. ഈസ് ഹി മാരീഡ്, उसका शादी हुआ क्या? അപ്പൊ ഇന്നത്തെ ഹിന്ദി എന്നുള്ളത് ആപ്ക ബേട്ട കഹാ കാം കർത്താ ഹെ, അവന്റെ കല്യാണം കഴിഞ്ഞുവോ? ക്യാ വ വിവാഹിത് ഹെ, അവൻ വിവാഹം കഴിച്ചവനാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുക, ഉസ്ക ഷാദി ഹുവാ ക്യാ. ഷാദി എന്നുള്ള കല്യാണം, ഇവിടെ വിവാഹിത്. ശുക്രിയ.